ഹലോ, സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ ഇന്ന് നമുക്ക് ERSRT ഫ്രീ ഡ്രസ് ബാങ്കിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിന് മുമ്പ് എന്താണ് ERSRT? എമർജൻസി റോഡ് സേഫ്റ്റി റെസ്പോൺസ് ടീം ഓഫ് കേരള. അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം. നമുക്ക് ചുറ്റും അപകടങ്ങൾ പലതരത്തിൽ സംഭവിക്കാം. അത് റോഡിലോ വീടുകളിലോ സമീപത്തോ ആയിക്കോട്ടെ. ഏത് തരത്തിലുള്ള അപകടം ആയാലും അതിൻ്റെ ജീവൻ രക്ഷാ മാർഗ്ഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും പരിശീലനവും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും നൽകുക, പരിക്കേറ്റവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി സൗജന്യമായി ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നതാണ് ERSRTയുടെ ദൗത്യം. ഇനി നമുക്ക് ERSRT ഫ്രീ ഡ്രസ് ബാങ്ക് എന്താ നോക്കിയാലോ. നമ്മുടെ സ്വന്തം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ മുണ്ട്, ഷർട്ട്, നൈറ്റി, ലുങ്കി, ബെഡ്ഷീറ്റ്, തോർത്ത്, അഡൽട്ട് ഡൈപ്പേഴ്സ് എന്നീ ഐറ്റംസ് കളക്ട് ചെയ്തുകൊണ്ട് ERSRT ഒരു ഫ്രീ ഡ്രസ് ബാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട്. എമർജൻസി കേസായി വരുന്ന നിർധനരായവർക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ വിവരം വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക കേട്ടോ. ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടും. അതുമാത്രമല്ല, സ്ത്രീകൾക്കും കുട്ടികൾക്കും ആയിട്ട് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിൽ കുട്ടികളുടെ അത്യാഹിത വിഭാഗത്തിൽ കൂടി ERSRT ഒരു ഫ്രീ ഡ്രസ് ബാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ഗർഭിണികൾക്കും 12 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നവജാത ശിശുക്കൾക്കും ആവശ്യമുള്ള എല്ലാ വസ്ത്രങ്ങളും സർജിക്കൽ കിറ്റ് ഉൾപ്പെടെ അടങ്ങിയിട്ടുണ്ട്. ഇതെന്താ, സർക്കാർ ആശുപത്രികളുടെ കാഷ്വാലിറ്റിയിൽ മാത്രമേ നിങ്ങൾ ഡ്രസ്സ് കൊടുക്കുള്ളൂ എന്നൊരു ചോദ്യം വേണ്ട. കാരണം ഓർഫനേജുകളിലും ഓൾഡ് ഏജ് ഹോമിലും പിന്നെ വീടുകളിലെ കിടപ്പ് രോഗികൾക്കും ഒക്കെ ERSRT ഡ്രസ് ബാങ്ക് വഴി സേവനം ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് ERSRT ഡ്രസ് ബാങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് ഡൊണേറ്റ് ചെയ്യാൻ അവസരമുണ്ട് കേട്ടോ. പഴയതും പുതിയതും ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമല്ല, ബേബി ഡയപ്പേഴ്സ്, അഡൽട്ട് ഡയപ്പേഴ്സ്, സാനിറ്ററി പാഡ്സ്, സോപ്പ്, പേസ്റ്റ്, കുട്ടികൾക്കുള്ള ടോയ്സ്, കിടപ്പ് രോഗികൾക്കുള്ള അണ്ടർ പാഡ്സ്, ബെഡ്ഷീറ്റ്സ്, തോർത്ത് ഒക്കെ നിങ്ങൾക്ക് ERSRT ഡ്രസ് ബാങ്ക് വഴി ഡൊണേറ്റ് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ തിരുവനന്തപുരം മംഗലപുരം ജംഗ്ഷനിലുള്ള ERSRTയുടെ ഹെഡ് ഓഫീസിൽ എത്തിക്കാവുന്നതാണ്. ഐറ്റംസ് കുറച്ചേ ഉള്ളൂ എങ്കിൽ കൊറിയർ ചെയ്യാം. ചിലരൊക്കെ വിളിച്ചിട്ട് പറയാറുണ്ട്, പിള്ളേരുടെയും വലിയവരുടെയും എല്ലാം ചേർത്ത് 2 ചാക്ക് നിറച്ച് പഴയ ഡ്രസ്സുണ്ട്, ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ ഇച്ചിരി അസൗകര്യമുണ്ട്, ഒരുപാടുള്ളതുകൊണ്ട് പാഴ്സലായിട്ട് അയക്കാനും പറ്റില്ല, എന്താ ചെയ്യുക? അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒട്ടും വിഷമിക്കേണ്ട. ഡ്രസ്സ് എല്ലാം കഴുകി മടക്കി കവറിലാക്കിയതിനു ശേഷം ഈ വീഡിയോയുടെ കമന്റിൽ പിൻ ചെയ്തേക്കുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ERSRT വോളണ്ടിയേഴ്സ് വന്ന് കളക്ട് ചെയ്തോളും. ഓക്കെ. ERSRT ഡ്രസ് ബാങ്കിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാൻ ആഗ്രഹമുള്ളവർക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഇതേ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.